ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ കാര്യങ്ങൾ ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് 3 ജില്ലകളാണ് പ്രശ്നമുള്ളത്: പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം. കോട്ടയത്ത് നമ്മൾക്ക് 2 പേരെ കാണാതായിരുന്നു, ഇടുക്കിയിൽ 2 പേരെ കാണാതായിരുന്നു. അതിൽ ഇടുക്കിയിൽ ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിപ്പുണ്ട്. കോട്ടയത്തുള്ളത് അവിടെ എത്തി ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന അറിയിപ്പാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഏതാണ്ട് ഒരു 100ഓളം സ്ഥലങ്ങളിൽ റോഡിലേക്ക് മണ്ണും മരമൊക്കെ വീണ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യുന്ന നടപടികൾ നടക്കുന്നു. ഇനി അങ്ങോട്ട് മഴ കുറയുകയാണ്, വെള്ളം ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായി നമ്മൾ കാണേണ്ടത് അപ്പർ കുട്ടനാടും ആലപ്പുഴയും കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുള്ള ജാഗ്രതാ നടപടികൾ ആലപ്പുഴ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിലവിൽ ഇതാണ് അവസ്ഥ. ഇനി അങ്ങോട്ട് പതുക്കെ തെക്കൻ ജില്ലകളിൽ, ഇപ്പോൾ പ്രശ്നബാധിതമായി കാണുന്ന ജില്ലകളിൽ മഴ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. വടക്കോട്ട് നമ്മൾക്ക് തീരം ആണ് പ്രശ്നം, 2 കാറ്റ്. അപ്പോൾ ഇനി ഒരു ഇടത്തരം മഴയെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. പക്ഷേ കാറ്റൊരു ബുദ്ധിമുട്ടാണ്. കാറ്റ് കൊണ്ടാണ് ഈ മരം കാര്യമായി നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പലയിടങ്ങളിലും മരം ഈ വളരെ വലുതായി വളർന്നു നിൽക്കുന്ന മരങ്ങളൊക്കെ ചരിഞ്ഞു വീഴുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നു. അതെ, ഇനിയിപ്പോൾ പുതിയ അപ്ഡേറ്റ് വരണം. അപ്പം IMD ആയിട്ട് 8 മണിയാകുമ്പോൾ ഞങ്ങൾ സംസാരിക്കാം. നേരമായിരിക്കും അടുത്ത ഇപ്പോൾ ഏറ്റവും പുതിയ റഡാർ ചിത്രം അനുസരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ കാറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ IMD അറിയിച്ചതാണ്. അതെ അതെ നമ്മളിപ്പോൾ ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ മഴ കുറയും. ഇന്നലെ രാത്രി പെയ്ത അളവിലുള്ള മഴ നമ്മളിപ്പോൾ ഇനി ഈ ജില്ലകളിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി 302 മില്ലിമീറ്റർ മഴ കണ്ടു. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ വടക്കോട്ട് കുറച്ചും കൂടി ശക്തിപ്പെടും, കാരണം കാറ്റങ്ങ് പോകുന്നതിൻ്റെ ഭാഗമായി. പക്ഷേ അതിനോടനുബന്ധിച്ച് തീരത്ത് കാറ്റിൻ്റെ ശക്തി കൂടുതലായിരിക്കും. ആ രീതിയിൽ വേണം പ്രതീക്ഷിക്കാൻ. വയനാട്ടിലോട്ട് ഇത് കുറച്ച് സമയം എടുക്കും എന്താണ് എന്നുള്ളതൊന്നും മാനിഫെസ്റ്റ് ചെയ്ത് വരാനാകും. ഇനിയിപ്പോൾ വെയിൽ വരുമ്പോൾ ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. 4 പേരായിരുന്നു. അതിൽ ഒരു മൃതദേഹം കിട്ടി എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. മറ്റു 3 പേരുണ്ട്. കൺഫേം ചെയ്യാതെ നമ്മൾ അത് മരണമെന്ന് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്.